ആക്രി സാധനത്തിനോടൊപ്പം കിട്ടിയ 6 പവനോളം വരുന്ന സ്വർണം ഉടമയ്ക്ക് കൈമാറി മാതൃകയായി. കൊല്ലം ഉമേന്നല്ലൂർ വടക്കങ്കര കിഴക്കഞ്ചേരി സൗപർണികയിൽ രാജുവിൻ്റെ വീട്ടിൽ നിന്നാണ് രാവിലെ 10 മണിയോടെ ഉമേന്നല്ലൂർ പാർക്ക് മുക്ക് നിസാർ മൻസിലിൽ നവാസ് പെട്ടിയോട്ടയിൽ നോട്ട്ബുക്ക് ഉൾപ്പെടെയുള്ള ആക്രി സാധനങ്ങൾ എടുക്കുകയും ഈ ആക്രി സാധനങ്ങൾ ഉമേന്നല്ലൂരിൽ പ്രവർത്തിക്കുന്ന നിസാറിൻ്റെ ആക്രിക്കടയിൽ എത്തിക്കുകയും തുടർന്ന് ആക്രി സാധനങ്ങൾ തട്ടിയിട്ടപ്പോൾ ഒരു ടിന്നിൽ ഒരു മാല, 2 മോതിരം, 2 ലോക്കറ്റ്, ഗണ്ട എന്നിവ കാണപ്പെടുകയും ഉടൻ തന്നെ കൊട്ടിയം പോലീസിൽ വിവരമറിയിക്കുകയുമായിരുന്നു. വൈകിട്ടോടെ ഇവർ പോലീസ് സ്റ്റേഷനിൽ എത്തിപ്പെടുവാൻ പോലീസ് ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് കൊട്ടിയം എസ്.ഐ നിതിൻ നളന്റെ നേതൃത്വത്തിൽ സ്വർണ്ണാഭരണങ്ങൾ രാജുവിന് കൈമാറുകയും തുടർന്ന് ഓട്ടോ ഡ്രൈവറായ നവാസിനെയും ആക്രിക്കട നടത്തുന്ന നിസാറിനെയും കൊട്ടിയം പോലീസ് ഷാളണിയിച്ച് ആദരിച്ചു. വളരെ അഭിനന്ദനാർഹമായ പ്രവൃത്തിയാണ് ഇവർ നടത്തിയതെന്നും ഇത് സമൂഹത്തിനൊരു മാതൃകയാക്കണമെന്നും കൊട്ടിയം പോലീസ് പറഞ്ഞു. രാജുവിൻ്റെ ഭാര്യ 4 വർഷങ്ങളായി അർബുദം ബാധിച്ച് കിടപ്പിലായിരുന്നു. 6 മാസം മുമ്പാണ് ഇവർ മരണപ്പെട്ടത്. രാജുവിൻ്റെ ഭാര്യയുടെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടതിനാൽ സ്വർണം എവിടെ വെച്ചാണ് നഷ്ടപ്പെട്ടതെന്ന് ആർക്കും അറിയാതെയായി. അങ്ങനെയാണ് ആക്രിയുടെ കൂട്ടത്തിൽ ഈ ടിന്നും എത്തിപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. എൻ്റെ പേര് നവാസ്, ഞാൻ ഓട്ടോ ഡ്രൈവറാണ്. പിന്നെ ആക്രി വീട്ടിൽ നിന്നെടുത്ത് സമീപം താമസിക്കുന്ന രാജുവിൻ്റെ വീട്ടിൽ നിന്നും ഒരു 5.5 പവൻ്റെ സ്വർണ്ണ ആഭരണങ്ങൾ ആക്രി പറക്കുന്ന കൂട്ടത്തിൽ നഷ്ടപ്പെട്ടു. അത് നമ്മുടെ നിസാറിൻ്റെ ആക്രിക്കടയിൽ നമ്മുടെ നവാസ് പെട്ടിയാട്ടോയിൽ ഈ ആക്രികളെല്ലാം പറക്കിക്കൊണ്ട് കൊടുക്കുകയും അവിടെ വെച്ച് നവാസിൻ്റെ പെട്ടിയാട്ടോയിൽ കൊണ്ടുവന്ന ഈ ആക്രി സാധനങ്ങൾ തരംതിരിക്കുന്ന സമയത്ത് നിസാർ അത് കാണുകയും നിസാറും നവാസും കൂടെ ആ സ്വർണ്ണാഭരണങ്ങൾ ആരുടെയാണെന്ന് അന്വേഷിക്കുന്ന കൂട്ടത്തിലായിരുന്നു. രാജുവിൻ്റെ സ്വർണ്ണാഭരണങ്ങളാണെന്ന് മനസ്സിലാക്കുകയും അവരുടെ സത്യസന്ധമായ ഇടപെടലിലൂടെ ഇതാരും സാധാരണ അങ്ങനെ രഹസ്യമായി കൊണ്ടുവരത്തുള്ളൂ, അവർക്ക് വേണമെങ്കിൽ അത് ഷെയർ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ അവരുടെ സത്യസന്ധമായ ഇടപെടലിലൂടെ ഇത് രാജു എന്ന് പറയുന്ന ഈ ഒരു പാവപ്പെട്ട മനുഷ്യനത് തിരിച്ചു കൊടുക്കുവാൻ കാണിച്ച സന്മനസ്സിന് പോലീസിൻ്റെയും പൊതുപ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ നന്ദി പറയുകയാണ്. അവർക്ക് ഈ സമയത്ത് നല്ലൊരു പൊന്നാട അണിയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഒരു സന്തോഷം അവരോടൊപ്പം പങ്കുവെക്കുകയാണ്.